ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ഓടിക്കളിച്ച് ഉണ്ണിക്കണ്ണന്മാരായി കുരുന്നുകൾ. ആട്ടവും പാട്ടവും ഒക്കെയായി കണ്ണന്റെ പിറന്നാൾ ദിവസം ആഘോഷമാക്കുകയാണ് ശ്രീകൃഷ്ണ രാധാ വേഷധാരികളായ കുരുന്നുകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഭഗവാന്റെ പിറന്നാൾ നാളിൽ ഗുരുവായൂരിലേക്ക് അതിമനോഹരമായി ഒരുങ്ങി ശ്രീകൃഷ്ണ വേഷത്തിൽ രണ്ട് കുഞ്ഞു കുരുന്നുകൾ എത്തിയിരിക്കുകയാണ്. പാട്ടും ആട്ടവും ഒക്കെയായിട്ട് ഭഗവാനെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവരും സന്തോഷം കണ്ടെത്തിക്കൊണ്ട് ഇന്ന് ഈ ഒരു ദിവസം അതിമനോഹരമായി ആഘോഷിക്കുകയാണ് ഈ കുരുന്നുകളെല്ലാം. അങ്ങനെ കാണുന്ന ഒട്ടനവധി കുരുന്നുകൾ, ആ കുരുന്നുകളുടെ സന്തോഷത്തിന്റെ ദിവസം അതൊക്കെയാണ് ഇന്ന് ഈ ശ്രീകൃഷ്ണ ജയന്തി നാളും. എന്താണ് പേര്? എന്താ കേട്ടില്ല? എവിടുന്നാ നിങ്ങൾ വരുന്നേ? ചാവക്കാട്. എങ്ങനെയുണ്ട് ഇങ്ങനെ ഭഗവാനെ പോലെ ശ്രീകൃഷ്ണ ഉണ്ണിക്കണ്ണനെ പോലെ അണിഞ്ഞൊരുങ്ങിയപ്പം സന്തോഷം തോന്നുന്നു? ഒരു പാട്ട് പാടുവോ ഞങ്ങൾക്ക് വേണ്ടി? ഉണ്ണിക്കണ്ണന്റെ ഭഗവാന്റെ ഒരു പാട്ട് പാടുവോ? തുളസിക്കതിരുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി വട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാക്കാനാ. തുളസിക്കതിരുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി വട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാക്കാനാ. കണ്ണ 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 കണ്ണ. തുളസിക്കതിരുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താൻ ഞാൻ. എന്ത് പറയുന്നു കുഞ്ഞ്? സന്തോഷാണോ ഒരുങ്ങിയപ്പോ? മൈപ്പിലേക്ക് വെച്ച് ഭഗവാനെ കണ്ടോ? പ്രാർത്ഥിച്ചോ? വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവോ? ആരാ ഒരുക്കിയത്? അമ്മ. നല്ല ഭംഗിയുണ്ട്. ഒരുപാട് ആളുകൾ പറഞ്ഞോ? പിന്നെ കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷത്തിന്റെ ദിവസം കൂടിയായി മാറുകയാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി നാൾ. ഈ ദിവസങ്ങളിലെല്ലാം ഗുരുവായൂർ അമ്പല നടകളിൽ ചുറ്റിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന, വളരെ വർണ്ണാഭമായി അണിഞ്ഞൊരുങ്ങി ഭഗവാന്റെ മുന്നിലേക്ക് എത്തുന്ന ഗോപികമാരും കള്ളക്കണ്ണന്മാരും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ക്യാമറമാൻ വിപിൻ കോതച്ചിറയ്ക്കൊപ്പം മിഥുൻ മുരളി.